ഹലോ നമസ്കാരം, ഞാൻ ജെയ്സൺ ജെജിഡിഫിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം, ഈവനിങ്ങിലും കഴിക്കാം. അടിപൊളി സംഭവമാണ്. എൻ്റെ പേര് മണിപ്പുട്ട് അല്ലെങ്കിൽ പാൽക്കോഴിക്കോട്ടൊക്കെ എന്നാണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. വാ. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിനകത്തേക്ക് നമ്മളൊരു 200 മില്ലി വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 200 മില്ലി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. ഉപ്പ് നമ്മളൊരു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ്. ഉപ്പ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് ജീരകമാണ്. സാധാ ജീരകം, അല്ലെങ്കിൽ ജീരകം അല്ലെങ്കിൽ ജീരക പൊടിയാണല്ലോ നിങ്ങൾക്ക് ചേർക്കാം. അത് നമ്മളൊരു 1 ടീസ്പൂൺ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. തേങ്ങ ഒരു കുറച്ച് തേങ്ങ ചേർക്കാം. ഇതിപ്പോൾ ഒരു കാൽ ഭാഗത്തിൻ്റെ പകുതി കുറച്ച് തേങ്ങ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുകയാണ്. അതിനുശേഷം നമ്മൾ തീ കുറച്ചിടണം. തീ കുറച്ചിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്ന അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മളൊരു 200 ഗ്രാം അരിപ്പൊടി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അരിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അപ്പപ്പൊടി അല്ലെങ്കിൽ പത്തിരിക്ക് ഉപയോഗിക്കുന്ന പൊടി ഉണ്ടല്ലോ, ആ പൊടി മതി. അത് നല്ലപോലെ വറുത്തെടുത്താണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം പറയാനായിട്ട് വിട്ടുപോയായിരുന്നു. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇത് കുഴച്ചെടുത്തു. ഇനി നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും പുരട്ടുക. അതിനുശേഷം ഇതുപോലെ ചെറിയ ബോളൊക്കെ എടുക്കുക കേട്ടോ. എല്ലാം അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ അത്യാവശ്യം സെറ്റായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് വലിപ്പം വേണ്ട കേട്ടോ. വായിലിട്ട ഒറ്റക്കടിക്ക് തിന്നാൻ പറ്റുന്ന ഒരു വലിപ്പത്തിൽ നമ്മളിത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതിനെയാണ് ഇതിൻ്റെ അടുത്ത പരിപാടി. നമുക്ക് ചെറുതായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിലേക്ക് ഇത് ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ വെന്താൽ മതിയാവും. അത് ഓരോ ഇഡ്ഡലി തട്ടിൻ്റെയൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് നോക്കിയാൽ മതിയേ. അപ്പോൾ നമ്മുടെ കുഞ്ഞിക്കോഴിക്കോട്ട നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു 10-13 മിനിറ്റ് ഇതിനെ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇവനെ തൽക്കാലം ഒന്ന് മാറ്റി വെക്കാം. അടുത്ത് നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനിനകത്തേക്ക് നമ്മൾ ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 2.5 ഗ്ലാസ് തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ, ഒരു ചെറിയ തേങ്ങ പിഴിഞ്ഞാണേ, അതിൻ്റെ 2ാം പാൽ നമ്മൾ ഒഴിക്കുവാണേ. അത് ഒഴിച്ചു കൊടുക്കാം. ഇനി വലിയ തേങ്ങയാണെങ്കിൽ ഒരു അരമുറി തേങ്ങയൊക്കെ മതിയാകും കേട്ടോ. ഇതിപ്പോൾ ഞാനിത് തീരെ ചെറിയ തേങ്ങയായിരുന്നു, അതുകൊണ്ട് ഒരു തേങ്ങ മുഴുവൻ എടുത്തുന്നുള്ളൂ. അടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ടേബിൾ സ്പൂണാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഏലക്കാപ്പൊടി കേട്ടോ. ഏലക്കാപ്പൊടി ഒരു 4 ഏലക്ക ചതച്ച് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പൊടിയുള്ളവർ പൊടി ഇട്ട് കൊടുത്താലും മതി. എന്നിട്ടൊന്ന് മിക്സ് കൊടുക്കാവേ. ഈ സമയത്ത് മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറിയ കോഴിക്കോട്ട ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2ാം പാലിനകത്ത് കിടന്നത് ഒന്നുകൂടെ വെന്തൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ അതിങ്ങനെ നല്ല തിളച്ച് കുറുകി അതിലേക്ക് നല്ല ആ 2ാം പാലൊക്കെ പിടിച്ച് നല്ല സെറ്റായി വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു ഗ്ലാസ് 1ാം പാൽ ഒഴിക്കുവാണേ. അപ്പോൾ അങ്ങനെ 1ാം പാലും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അസാധ്യ രുചിയുള്ള മണിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സെറ്റപ്പ് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അവധി ദിവസമൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമ്മുടെ മണിപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽബട്ടൺ നടത്തി ഓളും കൂടെ നിൽക്കണേ. എന്നാലേ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.